അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. നിഹാദ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം തൊപ്പി മരിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട്. തൊപ്പി എന്ന മുഹമ്മദ് നെഹാദിനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടക്കം മുതൽ ഇയാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ന് ജില്ലാ സെഷൻസ് കോടതി, എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് വന്നെങ്കിൽ കൂടിയും ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ദിവസങ്ങൾ വരെയും ഇയാൾ ഒളിവിൽ തന്നെ ആയിരിക്കും എന്ന കാര്യമാണ് പോലീസിൻ്റെ ഒരു നിഗമനമുള്ളത്. പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഒപ്പം തന്നെയും വിദേശത്തേക്ക് കടക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇയാൾക്ക് പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഇയാൾ മരിച്ചു എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങളാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചില പ്രചാരണങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ആരും തന്നെയും ഈ നോട്ടീസിനോട് പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം തന്നെ ഇയാളുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് മമ്മു ഇയാൾ നേരത്തെ ആദ്യം ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളാണ്, തൊപ്പിക്കൊപ്പമുണ്ടായിരുന്ന ആളാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ത്രീയെ അപമര്യാദയായവരോട് ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം യൂട്യൂബിലടക്കം അവർക്കെതിരെ ചില ഇയാൾ സംസാരിക്കുകയും ചില അശ്ലീലമായ രീതിയിലെല്ലാം തന്നെ അവർക്കെതിരെ ചില വാക്കുകൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. ഈ കേസിലും തൊപ്പി പ്രതിയാണ്. അതിൽ കൂടി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ഈ കൂട്ടുകാരടക്കം, തൊപ്പിയുടെ ഒപ്പം നിൽക്കുന്നവരടക്കം തന്നെ ഈ സ്ത്രീവിദ്വേഷപരമായ പരാമർശങ്ങൾ ആ രീതിയിലെല്ലാം തന്നെ നടത്തുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരെ അടക്കം ചോദ്യം ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ആരും തന്നെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പോലീസും അവർക്കെതിരെ ഒരു കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. തൊപ്പിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം തുടരുന്നത്. ഇയാൾ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് ഇയാൾക്ക് വേണ്ട മുൻകൂർ ജാമ്യാപേക്ഷ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ കോടതിയുടെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കാം പോലീസ് കസ്റ്റഡിയിലെടുക്കുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ജാമ്യാപേക്ഷകൾ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുമ്പോൾ അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെയും പോലീസ് ആ രീതിയിലേക്ക് പോകാറുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് അറിയിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.